നിങ്ങൾക്കറിയാമോ, വോൾക്കാനോ എന്ന് കേൾക്കുമ്പോഴെല്ലാം തീയും പുകയും പൊട്ടിത്തെറിക്കുന്ന ഒരു വലിയ പർവ്വതമെന്നുണ്ടല്ലോ. വോൾക്കാനോ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധാരണ പർവ്വതമല്ല. ഭൂമിയുടെ അടിയിൽ ഭയങ്കര ചൂടാണ്. ആ ചൂടിൽ പാറകളെല്ലാം ഉരുകി മാഗ്മ എന്ന ദ്രാവക രൂപത്തിലാകും. ഈ മാഗ്മ അടിക്കടിക്ക് ഉയർന്നു വരാൻ ശ്രമിക്കും. അങ്ങനെ അകത്ത് സമ്മർദ്ദം കൂടിക്കൂടി ഒടുവിലൊരു ദിവസം പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിയിൽ പുറത്തേക്ക് വരുന്നത് ചൂടുള്ള ലാവയുമാണ്, പുകയും ചാരപൊടിയും വലിയ ശബ്ദവുമാണ്. ചിലപ്പോൾ വോൾക്കാനോ സിമ്പിളായി പുക മാത്രം പറക്കും, ചിലപ്പോൾ വലിയ സ്ഫോടനമുണ്ടാകും. ആ സ്ഫോടനത്തിലൂടെ പാറയുടെ കഷ്ണങ്ങളും ചാരപൊടികളും ദൂരെ വരെ പറന്നുപോകും. എന്നാൽ അതെല്ലാം ഭയപ്പെടുത്തുന്നതാണെന്ന് മാത്രം കരുതണ്ട. വോൾക്കാനോ പൊട്ടിത്തെറിച്ച് ലാവ തണുത്ത് കട്ടപിടിക്കുമ്പോൾ പുതിയ ഭൂമി തന്നെ രൂപപ്പെടും. ചില ദ്വീപുകൾ പോലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത്. വോൾക്കാനോകൾ ഭൂമിയിൽ 3 തരമുള്ളതാണ്: സജീവം, ഉറങ്ങിക്കിടക്കുന്നവ, ഇനി ഒരിക്കലും പൊട്ടിത്തെറിക്കാത്ത മരിച്ച വോൾക്കാനോ. സജീവ വോൾക്കാനോ ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ അവയെ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വോൾക്കാനോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിലും അത് പ്രകൃതിയുടെ ഒരു അത്ഭുതകരമായ ശക്തിയാണ്, ഭൂമിയുടെ രൂപം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന.